നവീകരണ ധ്യാനമെങ്കിലും കൂടിയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ കടന്നു വരുന്ന ഒരു വാക്യമാണ്, ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഓരോ വ്യക്തികളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി വളരെ വ്യത്യസ്തങ്ങളാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തീ പിടിച്ച അനുഭവങ്ങളുമായി ഓടി നടക്കുന്ന ഒരു തമിഴ് മലയാളിയുണ്ട്. കോട്ടയം സ്വദേശിയായ രാജേന്ദ്രൻ. രാജേന്ദ്ര, ഷെക്കന ടെലിവിഷൻ്റെ തീ പിടിച്ചവർ എന്ന ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടെ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. രാജേന്ദ്രൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ വളരെ താല്പര്യത്തോടെ ഇരിക്കുന്നവരുണ്ട്. രാജേന്ദ്രനെ ഒരുപക്ഷെ അധികം ആൾക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ അത്ര പരിചിതമല്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങൊരു തമിഴ് മേഖലയിൽ കൂടുതലായി ശുശ്രൂഷ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു തമിഴ്നാട്ടുകാരൻ ഇവിടെ കേരളത്തിൽ വന്ന്, പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും ഒക്കെ ആയിട്ട്, ഇപ്പോൾ കോട്ടയത്തെ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലും ഒക്കെ ആയിട്ട് ഈ ശുശ്രൂഷകളിൽ ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ അതിൻ്റെ പ്രചോദനം എന്തായിരുന്നു? പപ്പായുടെ ചെറുപ്പത്തിൽ വീട് വിട്ട് ഇറങ്ങി ഒരു 10 വയസ്സുള്ളപ്പം കേരളത്തിലേക്ക് വന്നതാണ്. പിന്നെ ഇവിടെ വന്ന് പുള്ളി കൂലിപ്പണി ചെയ്തു ജീവിച്ചു. ഒരു ചെറിയ കച്ചവടം തുടങ്ങി. അങ്ങനെ കോട്ടയം മാർക്കറ്റിൽ കച്ചവടം, അതിലൂടെ ഇങ്ങനെ ഞാൻ ജനിച്ചു വളർന്ന് പഠിച്ചെല്ലാം ഇവിടെ തന്നെയാണ്. പിന്നീട് കച്ചവടം നഷ്ടപ്പെട്ടു. ചുമട്ട് തൊഴിലാളിയായിട്ട് അച്ഛൻ മാറി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമട്ട് തൊഴിലാളിയും കൂലിപ്പണിയൊക്കെ ആയിട്ട് നടന്നു. ഈ ജീവിത കാലഘട്ടങ്ങളിൽ തമിഴ്നാട് പോലീസിൽ എനിക്കൊരു ജോലി കിട്ടി. ആ പോലീസ് ജോലിക്ക് കയറി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായത്, ചെവിയുടെ കേൾവി കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ആ ഒരു കറക്റ്റിൻ്റെ 19ാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നത്. തമിഴ്നാട് പോലീസിൽ എന്തായിരുന്നു? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാധാരണ പോലീസായിട്ട് തന്നെ കയറി. അപ്പോൾ അപ്പോഴൊരു ആ 19ാമത്തെ വയസ്സിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ. പിന്നെ അതിനിടയ്ക്കുള്ള ആ പരിശീലന കാലഘട്ടങ്ങളും പിന്നീട് അതിനകത്തുള്ള സംസാരവും നമുക്ക് ഈ കോട്ടയം പോലെ അല്ല അത്. പിന്നെ ഞാൻ തന്നെ സ്വയം രാജിവെച്ച് പുറത്ത് വന്നു. വന്നതിന് ശേഷം വീണ്ടും എന്നെ അവർ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് 2 പ്രാവശ്യം തമിഴ്നാട്ടിൽ നിന്ന് പോലീസുകാർ വന്നായിരുന്നു. ഞാൻ രാജി എഴുതി വെച്ച് മാറി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് മാനസികമായിട്ട് തകർന്ന് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി. അങ്ങനെ ഒരു മ്ലേച്ഛമായ ഒരു ജീവിതത്തിന് അടിമയായി. തമിഴ്നാട് പോലീസിലെ ജോലി എന്ന് പറയുമ്പോൾ സാമാന്യം നല്ല സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വവും ഒരു നല്ല കുടുംബജീവിതത്തിനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും അതെല്ലാം ഉപേക്ഷിച്ച്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഈ ചെവിയുടെ കേൾവിക്കുറവ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വിഷയമാണ്. ആ കേൾവിക്കുറവുള്ള വ്യക്തിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പട്ടാളത്തിലും പിടിച്ചു നിൽക്കുന്ന പാടാണ്. കാരണം പോലീസിലും എന്ന് പറഞ്ഞാൽ കേൾവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മൾക്ക് സെലക്ഷൻ കിട്ടിയപ്പോഴും പരിശോധന കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീടാണ് അത് കൂടുതൽ നമുക്ക് ദോഷം ചെയ്ത്. അതിനുശേഷം ഞാൻ തന്നെ ജോലി രാജിവെച്ച് മാറുമായിരുന്നു. അങ്ങനെ അതൊരു വലിയൊരു പിന്നീടുള്ള ജീവിതം ഒത്തിരി മദ്യപാനത്തിലേക്കും മറ്റ് മോശപ്പെട്ട അവസ്ഥകളിലേക്കും ഒക്കെ കടന്നുപോയോ? അതെ, പിന്നീട് ജോലി നഷ്ടപ്പെട്ട് വന്നപ്പം പിന്നെ ആരും നമ്മളോട് സംസാരിക്കാത്ത ഒരു അവസ്ഥയായി. നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, ആരുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും കണ്ടാൽ നമ്മളെ ഉള്ള ജോലി കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഇങ്ങനൊരു നെഗറ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായപ്പം പിന്നീട് നമുക്കൊരു വഴിതെറ്റിപ്പോയ ഒരു ജീവിതത്തിലേക്ക് മാറി. അങ്ങനെ പിന്നീട് എങ്ങനെയാണ് ഒരു മാറ്റത്തിന് തുടക്കം ഉണ്ടാകാൻ കാരണം എന്താ? അങ്ങനെ കുടുംബജീവിതമായി, കുടുംബത്തിലും സമാധാനം നഷ്ടപ്പെട്ടു. മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി. ഇങ്ങനെ ആത്മഹത്യ ചിന്തയോടുകൂടി ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള ചിന്തയോടുകൂടി ഒരു കുറിപ്പ് എഴുതി പോക്കറ്റ് വെച്ച് മരിക്കണം എന്ന് ചിന്തിച്ച് നടക്കുമ്പം എൻ്റെ ഒരു സുഹൃത്തായ സ്വാമി എന്ന് പറയുന്ന ഒരു അദ്ദേഹം കോട്ടയത്തുണ്ട്. ഈ സ്വാമി എന്ന് പറയുന്ന ആള് ഹിന്ദുവാണോ? അയാൾ ഹിന്ദുവാണ്. ഞാൻ ഹിന്ദുവാണ്. ഹിന്ദു ഫാമിലിയാണ്. ഞങ്ങളുടെ ഹിന്ദു ഫാമിലിപ്പെട്ട സ്വാമിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു മഹാമദ്യപാനിയാണ്. ഈ മദ്യപാനിയെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളി ഫോട്ടോയിൽ കൊണ്ടുപോയി ധ്യാനം കൂടാനായിട്ട് കുറേ പൈസ ഏൽപ്പിച്ചു. പക്ഷേ ഈ അനിയനെ ചേട്ടൻ വിളിച്ചാൽ രണ്ടുപേരും ചേരത്തില്ല. അപ്പോൾ അനിയനെ കൊണ്ടുപോകാനായിട്ട് ആദ്യം അദ്ദേഹം എന്നെ സ്വാധീനിച്ചു, എനിക്ക് മദ്യം വാങ്ങി നൽകി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അനിയത്തിനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ശനിയാഴ്ച രാത്രി പോയി. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ മദ്യപാനം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപോയത്. അല്ലാതെ ആ ഒരു രാത്രി മദ്യത്തിൽ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ 4ാം നിലയിലാണ് കിടക്കുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടം, ബഹളം, സുതിപ്പും ബഹളം. ഞാൻ ചോദിച്ചു, സ്വാമി ഇതേതാ സ്ഥലം? അത് ഏത് വർഷമായിരുന്നു രാജേന്ദ്ര? 1995. അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പള്ളിയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ പള്ളി വന്നത്?
നമുക്കിവിടെ ഒരാഴ്ച കൂടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എന്താ പറയുന്നത്, ഒറ്റയടിക്ക് അദ്ദേഹത്തെ കൊല്ലണമെന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിയും ബൈബിളും ഇഷ്ടമില്ല. അത്രയ്ക്കൊരു ഈ തീവ്രവാദിയല്ല, ഒരു വട്ട് തന്നെ എന്ന് പറയാം. അങ്ങനെ ഒരു ദേഷ്യം. പക്ഷേ ഞാൻ പറഞ്ഞു, സ്വാമി നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ച് പയ്യെ വന്നാൽ മതി, ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഗേറ്റിങ് വരുമ്പം പുറത്ത് വിടുന്നില്ല സെക്യൂരിറ്റി. അങ്ങനെ ആ പുറത്ത് വരാൻ പറ്റാത്ത ഒരവസ്ഥ, ആ ഒരു അവസ്ഥ കൊണ്ട് ഗതികേട് കൊണ്ട് അവിടെ ഇരുന്ന് പോയത്. അല്ലാതെ ധ്യാനം കൂടണമെന്നും മാനസാന്തരപ്പെടണമെന്നും ഇങ്ങനെയൊക്കെ ഒരു ടി വിയിൽ ഒരു അഭിമുഖത്തിന് ബഹുമാനപ്പെട്ട ബ്രദറിൻ്റെയൊക്കെ കൂടെ നിൽക്കാൻ ഒരു ഭാഗ്യം ഇങ്ങനെയൊന്നും ചിന്തിച്ചൊന്നുമല്ല നമുക്ക്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. ധ്യാനത്തിനിടയിൽ എന്താ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ധ്യാനത്തിനിടയിൽ മൊത്തം ചിരിക്കുമായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും കൂടി മൊത്തം ഏതാണ്ട് മാനസിക രോഗികളെ പോലെ സ്തുതിക്കുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛന്മാർ വരുന്നു, വിശുദ്ധ കുർബാന വിളിച്ചു, രോഗശാന്തി വിളിച്ചു പറഞ്ഞു, ക്യാൻസർ സൗഖ്യപ്പെടുന്നു. ഇതെല്ലാം പറഞ്ഞു എനിക്ക് ഭയങ്കര ചിരിയാണ്. കാരണം വെച്ചാൽ ഒരു ഹിന്ദുവായ രാജേന്ദ്രന് ഇതൊന്നും മനസ്സിലാകുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്ന സംഭവമേ അല്ല. ഉൾക്കൊള്ളാൻ പോയിട്ട് അവിടുത്തെ പ്രാർത്ഥനകളും മറ്റൊന്നും മനസ്സിലാകുന്നില്ല, തന്നെ മനസ്സിലാകുന്നില്ല, ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. മാത്രമല്ല ഒരു വട്ടു പിടിച്ച ഒരു മാനസിക രോഗ കേന്ദ്രത്തിൽ എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം. നിവൃത്തികേട് കൊണ്ടിരുന്നു പോയത്. ഏറ്റവും പറയിലായിരുന്നു ഞാനിത്. ഏറ്റവും പറയിൽ നന്നായിട്ട് ഉറക്കം തൂങ്ങി. വൈകുന്നേരം ആകുമ്പോൾ സംഭവം നടക്കും. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വരും, വിശുദ്ധ കുർബാന വിളിച്ച് വെച്ചും, എന്നിട്ട് എല്ലാവരുടെ പേരുകളും രോഗമെല്ലാം വിളിച്ചു വരും. അപ്പോൾ എനിക്ക് തോന്നി ഈ നമ്മൾ ഞായറാഴ്ച വരുമ്പം നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്. ഈ സാധനം തന്നെ ഓഫീസിലുള്ളവർ കൊണ്ടുവന്ന് വൈകുന്നേരം വായിച്ച് കേൾപ്പിക്കുന്നു. മേരിയെ തുടർന്നു, തോമസിനെ തുടർന്നു. ഞാൻ ശരിക്കും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിതിലൊന്നും വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഒടുവിൽ രാജേന്ദ്രൻ്റെ ജീവിതത്തിൽ എങ്ങനെ കർത്താവിൻ്റെ സ്പർശനം വന്നത്? ശരിക്കും ഞാനിത് തട്ടിപ്പാണ്, ഇതെല്ലാം കളിപ്പീരാണെന്ന് ഞാൻ ചിന്തിക്കുകയും ആ ചിന്തിക്കുന്ന നിമിഷത്ത് അവിടെ സ്റ്റേജിൽ നിന്ന് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. കുടുംബം നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, ആത്മഹത്യക്ക് ചിന്തിച്ച് ആത്മഹത്യക്കുറിപ്പുമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന യുവാവിനെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരൊറ്റ വാക്കാണ് ശരിക്കും തീ പിടിച്ചത്. ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അറിയാതെ എൻ്റെ കൈ മേളിലോട്ട് പോയി. യേശുവേ യേശുവേ യേശുവെ സ്തുതിക്കുന്നു. കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീര് ധാരധാരായിട്ട് പോകുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 വർഷമായി എനിക്കറിയത്തില്ല. പക്ഷേ ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തും, എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തും. അന്ന് ബ്രദറിന് എത്ര വയസ്സുണ്ട്? അന്ന് ശരിക്കും പറഞ്ഞ് 27, 28. അപ്പോൾ ഈ ഒരൊറ്റ ധ്യാനത്തിലൂടെ രാജേന്ദ്രൻ്റെ മദ്യപാനവും മറ്റും പരിപൂർണമായിട്ട് മാറിപ്പോയായിരുന്നു. ആ ധ്യാനത്തോടു കൂടി ഞാൻ അടുത്ത ആഴ്ച കൂടി ഞങ്ങൾ ധ്യാനം കൂടി. ആ 2 ആഴ്ച അവിടെ നിന്നപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പുറത്ത് വന്നപ്പോൾ ബീഡി വലിയും എല്ലാം വിട്ടേച്ച് ഞാനൊരു കാര്യം മനസ്സുകൊണ്ട് ഞാനവിടെ ആരോടും ഷെയർ ചെയ്തില്ല, കൗൺസിലിംഗ് നടത്തിയില്ല, ആരുമായിട്ട് ഒന്നും പറഞ്ഞില്ല, കുമ്പസാരിക്കാനോ എനിക്കതൊന്നും അറിയത്തില്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു. അവിടെ അന്ന് ആ മലയാളം സ്റ്റേജിൽ ഇതുപോലെ ഒരു ഗ്രീൻ സ്റ്റേജിൽ ജീസസ് ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ഒരു കാര്യം മാത്രമേ, കർത്താവ് ഇനി ഞാൻ അങ്ങയുടെ മകനായിരിക്കും. ഈ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ പറഞ്ഞ് പുറത്തിറങ്ങി. വന്നപ്പോൾ തന്നെ എല്ലാം ബീഡി വലി നിർത്തി, വെള്ളവടി നിർത്തി, എല്ലാം നിർത്തി. കോട്ടയം പട്ടണത്തിൽ ചുമടെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, കൂട്ടത്തിൽ മറ്റൊരാളുടെ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ, ആ വ്യക്തിയുടെ അവസ്ഥ എന്തായി? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹം മദ്യപാനം നിർത്തി. അതിനുശേഷം അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ധ്യാനം നിർത്തി പോന്നു. ഞാനാണ് 2ാമത്തെ ആഴ്ച കൂടി. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം അതിനുശേഷം മദ്യപാനം നിർത്തി. ഞാൻ വീണ്ടും 2ാമത്തെ ആഴ്ച അവിടെ ധ്യാനം കൂടി. വീണ്ടും മലയാളത്തിലും കൂടി, തമിഴിലും കൂടി. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു തുടക്കം തന്നെയായിരുന്നു. തുടർന്നുള്ള ജീവിതം കർത്താവിന് വേണ്ടി ആയിരിക്കണമെന്നുള്ളൊരു ചിന്ത? അല്ല, ഞാൻ അങ്ങനെയല്ല. കർത്താവിന് വേണ്ടി ആയിരിക്കണമെന്ന് ചിന്തിച്ചില്ല. ഞാനിനി കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കും. അല്ല, കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. കർത്താവ് ഇനി ഞാൻ അങ്ങയുടെ മകനായിട്ട് ജീവിക്കും എന്ന് മാത്രമേ, ശുശ്രൂഷ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം, കർത്താവിനോട് എന്തെങ്കിലും ചെയ്യണം. ഒരു ചെറിയ തീ കത്തി തുടങ്ങി, എന്തോ ഒരു സംഭവം ഉണ്ടായി, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ തുടങ്ങി. ആ കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിജാതിയർക്കുള്ള ആദ്യത്തെ ഒരു ധ്യാനം നടത്തുന്നത്. അപ്പോൾ ആ ധ്യാനത്തിൽ എന്നെ കോട്ടയം ജില്ലയുടെ അക്രൈസ്തവ കൂട്ടായ്മയുടെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഞങ്ങൾ അന്ന് ആ 95 കാലഘട്ടങ്ങളിൽ അക്രൈസ്തവരായിട്ടുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല നിയമപരമായിട്ട്. അപ്പോൾ പല പള്ളികളിലും ചെന്ന് ചോദിച്ചു, പക്ഷെ ആരും അതിനെ അനുവദിച്ചില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ ക്രിസ്റ്റ്യൻ ബ്രദറിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറായ ബിജു സാറിനോട് ചോദിച്ചു. അങ്ങനെ അവരുടെ അന്ന് ധ്യാനകേന്ദ്രമല്ല, അത് വീടാണ്. ആ വീടിൻ്റെ ഒരു മൂലയിൽ ഒരു ഷെഡിൽ അവരിങ്ങനെ കൂടി പ്രാർത്ഥിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞായറാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അങ്ങനെ അന്ന് അവിടെ തുടങ്ങിയ ആ പ്രാർത്ഥന ഇന്ന് 25 വർഷമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ, ഒരാഴ്ച പോലും ഒഴിവില്ലാതെ, ഈ കൊറോണ കാലത്ത് പോലും ഒഴിവില്ലാതെ സ്വർഗത്തിലെ ദൈവം നടത്തുന്നു.
കുറേ കാലം രാജേന്ദ്രൻ ഡിവൈൻ ധ്യാനേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ തമിഴ് സെക്ഷനിൽ ശുശ്രൂഷ ചെയ്തിരുന്നല്ലോ. അതെങ്ങനെയാണ് അവിടുത്തെ ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചത്? നമ്മളിവിടെ കോട്ടയത്ത് അക്രസ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ നമുക്ക് കോട്ടയം ജില്ലയിൽ 26 കൂട്ടായ്മ തുടങ്ങി. 26 കൂട്ടായ്മകളെ ഒരുമിച്ച് കൂട്ടി നമുക്കിവിടെ കോട്ടയത്ത് കൺവെൻഷൻ നടത്തി. അതിന് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വന്നു. അച്ഛൻ അന്നേരം പറഞ്ഞിട വന്ന് ഡിവൈനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്തറ സാറിൻ്റെ വിജയം നൽകുന്ന കർത്താവ് എന്ന് പറയുന്ന പുസ്തകം തമിഴിൽ പരിഭാഷപ്പെടുത്തി. അപ്പോൾ ഈ പുസ്തകം കാണിച്ചപ്പം അവിടെ വിളിച്ചു. അവിടുത്തെ ഡിവൈൻ വോയിസിൻ്റെ തമിഴ് പതിപ്പ് ഇറക്കാനായിട്ട് അവർ ആലോചിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പരിഭാഷപ്പെടുത്തി തമിഴ് ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ ഡിവൈൻ വോയിസ് തമിഴ് മാസികയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഡിവൈനിൽ പോയത്. ആഴ്ചയിലൊന്ന് ബുധനാഴ്ച മാത്രം ഡിവൈനിൽ പോകും. അവർ കുറേ ലേഖനങ്ങൾ തരും. ഇത് അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം. വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസിൽ നിന്നോ അല്ല. ഞാനൊരു 2ാം നില കയറി പോകുന്ന ഒരു നടയുടെ താഴെയാണ് കിടക്കുന്നത്. മണ്ണെണ്ണ വിളക്ക് വെച്ച് എഴുതും. അടുത്ത ആഴ്ച ബുധനാഴ്ച കൊണ്ട് കൊടുക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ കോട്ടയത്ത് കൂലിപ്പണി, ഞായറാഴ്ച നമ്മുടെ കൂട്ടായ്മ, ഇങ്ങനെ ഈ ആഴ്ചയിലൊന്ന് പോയി വന്നു. ആ സമയത്ത് രാജേന്ദ്രന് താമസിക്കാൻ സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും കോട്ടയത്ത് ഇല്ലായിരുന്നു? ഇല്ല, വീടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഹൗസിംഗ് ബോർഡ് കോളനിയിലായിരുന്നു. അവിടെ കോട്ടയത്ത് ഈ ഹൗസിംഗ് ബോർഡ്, അതായത് എന്താ പറയുന്നത്, ഹൗസിംഗ് ബോർഡ് കോളനി, ഈ കോളനിയിലാണ് ഞങ്ങൾ താമസിച്ചത്. ആദ്യം ഞങ്ങൾ താമസിച്ചത് ഒരു പുറമ്പോക്കിലായിരുന്നു. റെയിൽവേ പുറമ്പോക്ക് അവിടെ നിന്ന് മാറ്റിയപ്പോൾ ഞങ്ങൾക്കൊരു ഹൗസിംഗ് ബോർഡ് കോളനി തന്നായിരുന്നു. ആ കോളനിയിലാണ് താമസിച്ചിരുന്നത്. ആ കോളനിയിൽ 2ാം നിലയ്ക്ക് പോകുന്ന നടയുടെ താഴെ. ഈ കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്നു പോയിരുന്നു എന്ന് പറഞ്ഞല്ലോ. രാജേന്ദ്രൻ്റെ മദ്യപാനവും വഴിവിട്ട ജീവിതവും എല്ലാം കാരണം. പിന്നീട് ഈ ദൈവാനുഭവത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുടുംബജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? തീർച്ചയായിട്ടും ദൈവം വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയൊരു മാറ്റം ദൈവം തന്നു. വീണ്ടും ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കാനുള്ള കൃപ ദൈവം തന്നു. ഇന്ന് 4 മക്കളായി, കുടുംബമായി. ഞങ്ങളിപ്പോൾ കോട്ടയം ലൂർദ് പള്ളി ഇടവകയിൽ ഇടവകക്കാരാണ്. തീർച്ചയായിട്ടും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലൊരു സന്തോഷം. കാരണം വെച്ചാൽ ഈ ജീവിതത്തിൽ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന എന്നോട് എൻ്റെ ജീവിത പങ്കാളി ഒരു വസ്തുവോ സ്വർണമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ആവശ്യപ്പെടും. നമ്മൾ തരുന്ന സാധനം എല്ലാം മേടിച്ചു കൊടുക്കുകയാണ്. വളരെ ദാരിദ്ര്യത്തിലൂടെ ആദ്യത്തെ 5 വർഷം ഞങ്ങൾ വളരെ ദാരിദ്ര്യമാണ്. കാരണം വെച്ചാൽ വരുമാനമില്ല, പുറത്ത് കൺവെൻഷന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ റേഷൻ അരിയും കോട്ടയത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഏതാണ്ട് 20 വർഷം തുടർച്ചയായിട്ട് 20 കിലോ 5 വർഷം 20 കിലോ അരി സ്ഥിരമായിട്ട് മേടിച്ചത്. അങ്ങനെ ചെറിയ സഹായത്തിലൂടെ ഒരു വ്യക്തി 200 രൂപ കൊച്ചിൻ്റെ പാലുകാശും, ഒരാൾ 300 രൂപ വീട്ടുവാടക, അങ്ങനെ 5 വർഷം സാധാരണ കൂലിപ്പണിക്കാരായ പാവപ്പെട്ട സഹോദരങ്ങളെ സഹായിച്ചാണ് ഞാൻ ശുശ്രൂഷ തുടങ്ങിയത്. ആ കാലഘട്ടങ്ങളിൽ രാജേന്ദ്രൻ ബ്രദർ ഈ കോട്ടയം മാർക്കറ്റിലും അതുപോലെ തന്നെ അവിടെയുള്ള പല ഹോട്ടലുകളിലും ഒക്കെ പണിയെടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കോട്ടയം പട്ടണത്തിൽ അന്ന് ഇതുപോലെ ലിഫ്റ്റൊന്നും ഇല്ലായിരുന്നല്ലോ. പ്രധാനപ്പെട്ട 2-3 തുണിക്കടയിൽ പാർസൽ ഓഫീസിൽ പാർസൽ വരും. അപ്പോൾ പിടിവണ്ടിയിൽ ചെന്ന് പാർസൽ എടുത്തുകൊണ്ട് വന്ന് 2ാം നിലയിലും 3ാം നിലയിലും നമ്മൾ തല ചുമന്നുകൊണ്ട് മേളിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഈ പണിയാണ് പ്രധാനമായിട്ട്. പിന്നെ വൈകുന്നേരം അതെല്ലാം വൃത്തിയാക്കണം. ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ നമ്മൾ ഈ അക്രസയുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്ത്. ആ കാലഘട്ടത്തിൽ ഞായറാഴ്ച മാത്രം ശുശ്രൂഷയ്ക്ക് പോകും. ഞായറാഴ്ച മാത്രം. പിന്നീട് ഈ ഡിവൈനിലേക്ക് ബാക്കി ദിവസങ്ങളിൽ കൂലിപ്പണി. ഹോട്ടലുകളിലൊക്കെ പണിക്ക് പോയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെ? ഹോട്ടലുകളിലൊക്കെ എല്ലായിടത്തും ഹോട്ടൽ പണി. പിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് വന്നപ്പം ഹോട്ടലിൽ എല്ലാ പണിയും ഈ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ഈ സ്ഥാപനങ്ങളിലെ ജോലി നിർത്തേണ്ടി വന്നു. കാരണം അവർക്ക് ഈ കടകൾ തുറക്കുമ്പോൾ കൃത്യമായിട്ട് സാധനം എടുത്തു കൊടുക്കണം. പക്ഷെ നമുക്കിത് പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി. പിന്നീട് ആ തുണിക്കടകളിലും ചുമടെടുക്കുന്ന പണി നിർത്തിയിട്ട് ചില്ലറപ്പണിയെല്ലാം ചെയ്ത് പിന്നെ അങ്ങനെ ആ ചില്ലറപ്പണി ചെയ്തുകൊണ്ട് അപ്പോൾ ആരും നമ്മളെ നിർബന്ധിക്കുകയില്ല. കൂലിപ്പണിയും ഹോട്ടൽ പണിയും ചില്ലറപ്പണി ചെയ്തുകൊണ്ട് പിന്നെ ശുശ്രൂഷ തുടങ്ങി. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്ര വർഷം അങ്ങ് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്? ഇന്നത്തേക്ക് ഏതാണ്ട് 24 വർഷം കഴിഞ്ഞു. ദൈവത്തിൻ്റെ തമിഴ് സെക്ഷൻ്റെ ചാർജ് ആയിരുന്നോ? അല്ല, തമിഴ് സെക്ഷൻ്റെ ചാർജ് അല്ലായിരുന്നു. ആദ്യത്തെ 20 വർഷം വേറെ ചിലരായിരുന്നു. അവിടെ ബഹുമാനപ്പെട്ട ഒരു അരുൺ ജോസഫ് എന്ന് പറഞ്ഞ ഒരു അച്ഛൻ വന്നു. ആ അച്ഛൻ എന്നോട് പനക്കലച്ചൻ പറഞ്ഞിട്ട് ഒരു അവസാനത്തെ ഒരു 4 വർഷം എൻ്റെ തമിഴിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോർഡിനേറ്റർ ആയിരുന്നു. 4 വർഷം. പിന്നീട് ഡിവൈനിൽ നിന്ന് മാറിയിട്ടില്ല. നമ്മൾ ബഹുമാനപ്പെട്ട കോട്ടയം സന്തോഷ് ക്രിസ്ത്യൻ ടീം അംഗങ്ങൾ അവിടെ 2014 പവർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തി. ആ ധ്യാന സമയത്ത് ഞാനവിടെ ഉണ്ട്. ഈ ധ്യാനമാണ് ശരിക്കും എന്നെ ഒരു തീ പിടിച്ച കാരണം വെച്ചാൽ കേരളത്തിലെ എല്ലാ ശുശ്രൂഷകരും ആ ധ്യാന കേന്ദ്രത്തിൽ അന്ന് ഹാജരായിട്ടുണ്ട്. അവരെല്ലാവരും ഒത്തൊരുമിച്ച് ആ ദേശത്തിന് വേണ്ടിയിട്ടും ആത്മാക്കൾ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നീറ്റലും പുകച്ചലുമായത്. കാരണം തമിഴ്നാട്ടിൽ ഇതുപോലൊരു സംഭവമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് തമിഴ് ചെയ്യണം എന്നുള്ളൊരു ആ ചിന്ത മനസ്സിൻ്റെ ഉള്ളിലുള്ള കയറി ആ വിഷമം നീറ്റലും കരച്ചിലും ഒക്കെ മാറി. ഞാൻ അപ്പം തന്നെ എനിക്ക് ആവേശം അടക്കാൻ പറ്റുന്നില്ല. ഈ 2500 ശുശ്രൂഷകരാണ്
ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൂടിയിരിക്കുന്നത്. അന്നേരം ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ ക്രിസ്ത്യൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പം അത് ഉടനെ തന്നെ എന്നെ സ്റ്റേജിൽ കയറ്റി പറഞ്ഞു, ഇതുപോലെ ശുശ്രൂഷകർ തമിഴ്നാട്ടിൽ ഒരുമിച്ച് കൂടണം, രാജേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുക. രാജേന്ദ്രൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു പറഞ്ഞപ്പം ആ 2500 പേര് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പിന്നീട് ആ 2033 വേൾഡ് ഇവാഞ്ചലൈസേഷൻ എന്നുള്ള ആ ഒരു പോയിന്റ് തലയിൽ കയറി അതിന് വേണ്ടിയിട്ട് പിന്നീട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് ഒരു 10-18 വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള ചില ശുശ്രൂഷകളും ഒപ്പം ജോലിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് മുന്നോട്ട് പോയെങ്കിലും ശരിക്കും കർത്താവിന് വേണ്ടി തീ പിടിച്ച ആ ഹൃദയവുമായിട്ട് ഒന്ന് ഓടാൻ തുടങ്ങിയത് ഈ പവർ ഇവാഞ്ചലൈസേഷൻ കൂടിയതിന് ശേഷമാണ്. തീർച്ചയായിട്ടും അതുവരെ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെ പറയാം, എനിക്കൊന്ന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. കാരണം ഓൾറെഡി തമിഴ് ഫാമിലി, പിന്നെ 25 വർഷമായിട്ട് സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും എല്ലാം തമിഴ്. വല്ലപ്പോഴും കോട്ടയത്ത് വന്നാൽ നിങ്ങളെപ്പോലുള്ളവരുമായിട്ട് 1-2 മലയാളം വാക്കുകൾ. അപ്പം ഈ ഭാഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊണൗൺസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. എന്താ വെച്ചാൽ ശരിക്കും തീ പിടിച്ചത് ഈ 5, കാരണം ആത്മാക്കളുടെ ആ രക്ഷ, ദൈവരാജ്യം, കൂടുതൽ ശുശ്രൂഷകരുണ്ടാകണം, ആ തീ പിടിച്ചത് ഈ പവർ ഇവാഞ്ചലൈസേഷനോടുകൂടിയാണ് തീ പിടിച്ചത്. അത് നടത്തിയത് നമ്മുടെ കോട്ടയത്തെ സന്തോഷ് ചേട്ടനൊക്കെ കൂടി അല്ലേ? സന്തോഷ് ക്രിസ്ത്യൻ ടീമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ അവർ നടത്തിയത്. ആ ശുശ്രൂഷയാണ് ശരിക്കും രാജേന്ദ്രൻ എന്ന ദൈവവൈതലിൻ്റെ ഉള്ളിലുള്ള ആ പ്രേക്ഷിതനെ ഉണർത്തിയത്. തീർച്ചയായിട്ടും നമുക്ക് ആവേശം ഉണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെ പോകണം നമുക്കൊരു ദർശനമില്ലായിരുന്നു. അതായത് എന്താ പറയുക, എല്ലാ ആഴ്ചയിലും ശുശ്രൂഷയുണ്ട്, തമിഴ്നാട്ടിൽ പോകുന്നു, പ്രാരംഭ ധ്യാനങ്ങൾ മാത്രം, ഒരു വ്യത്യസ്തമായ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ ധ്യാനങ്ങളും ധ്യാന ടീമുകളും ഉണ്ട്, പക്ഷെ അവിടെ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരാകെ ഒറ്റ ധ്യാനമുള്ളൂ, പ്രാരംഭ ധ്യാനം മാത്രം. അപ്പോൾ ഈ പവർ ഇവാഞ്ചലൈസേഷനാണ് ശരിക്കും ആ തീ പിടിച്ചതും നമ്മുടെ ചിന്ത. അതിനുശേഷം രാജേന്ദ്രൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പിന്നെ വന്നത്? പിന്നീട് സ്വർഗത്തിലെ ദൈവം ഭയങ്കര മാറ്റമായിരുന്നു. കാരണം അതിനുശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും, വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ് ജനങ്ങളുടെ ഇടയിൽ ലീഡേഴ്സ് പ്രോഗ്രാം നടത്താനുള്ള വലിയ ഭാഗ്യം തന്നു. അതായത് അനേകം ശുശ്രൂഷകരെ വാർത്തെടുക്കാനുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. പിന്നീട് 4 വർഷം കൂടെ സഹായിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കോട്ടയം ക്രിസ്ത്യൻ സന്തോഷ് ബ്രദർ സഹായിച്ചു. ഏതാണ്ട് കന്യാകുമാരിയിലാണ് ആദ്യം നമ്മൾ ഡിവൈനിൽ തുടങ്ങി. രണ്ടാമത്തെ ശുശ്രൂഷ കന്യാകുമാരി തുടങ്ങി. കന്യാകുമാരി ജില്ലയിൽ തുടങ്ങി ചെന്നൈ വരെ തുടങ്ങി ശ്രീലങ്ക, സിംഗപ്പൂർ, മലേഷ്യ എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും ആ രാജ്യങ്ങളിൽ അവിടുത്തെ രൂപതയ്ക്ക് വേണ്ടിയിട്ട് ലീഡേഴ്സ് പ്രോഗ്രാം നടത്താനുള്ള ഭാഗ്യം ദൈവം തന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീടുള്ള ശുശ്രൂഷകൾ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യേകത തോന്നാൻ കാര്യം, ഈ തമിഴ് ജനങ്ങൾ സിനിമ നടന്മാർക്ക് അമ്പലം ഉണ്ടാക്കി പൂജിക്കുന്ന ഒരു ജനമാണ്. വേറെ ഒരു സംസ്ഥാനത്തും ഈ കൾച്ചറില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ കയറിയത് ഈ സിനിമ നടിയും നടനെയും ആരാധിക്കുന്ന ഈ ജനം യഥാർത്ഥ രക്ഷകനായ യേശുക്രിസ്തുവിനെ കണ്ടാൽ എങ്ങനെയായിരിക്കും? ഇതാണ് ശരിക്കും എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം. അതാണ് എൻ്റെ കൂടുതൽ എന്നെ അവർ കർത്താവിന് വേണ്ടി അമ്പലം പണി. അത് തന്നെ. കാരണം സിനിമ നടി നമ്മൾ ചിന്തിച്ചു നോക്കി, ഞാൻ ജനിച്ചു വളർന്ന കോട്ടയത്താണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കൾച്ചറല്ല തമിഴ്നാട്ടിലെ കൾച്ചർ. തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ സിനിമാ നടി, ഒന്ന് ആലോചിച്ച് നോക്കി, സിനിമ നടിയെപ്പോലും അമ്പലം പണിത് പൂജിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വേണ്ടിയിട്ട് അവിടെ അമ്പലം പണിത്. ഞാൻ പേര് പറഞ്ഞില്ല ബ്രദർ, അത് പേര് പറഞ്ഞു. ഇങ്ങനെ സിനിമ നടിക്ക് വേണ്ടി അമ്പലം പണിയത് മാത്രമല്ല, 3 നേരവും ബ്രാഹ്മിൺസായ പൂജാരിയെ കൊണ്ടുവന്ന് പൂജ നടത്തുന്നു. MGR മരിച്ചപ്പം MGRന് വേണ്ടി ഒരു അമ്പലം പണിതു. അപ്പം ഞാനും കൂടി ഒരു കൂട്ടുകാരനും കൂടി ഈ സ്ഥലം കാണാൻ പോയി. 3 നേരവും ഒരു ബ്രാഹ്മണനായ പൂനൂലിട്ട ബ്രാഹ്മണൻ വന്ന് 3 നേരം പൂജയാണ് നടത്തുന്നത്. ആൾക്കാർ വന്ന് സാധാരണ ഹിന്ദുക്കൾ അമ്പലത്തിൽ നിൽക്കുന്ന പോലെ ഒന്ന് തൊഴുതുകൊണ്ട് പോകുന്നു. അപ്പോൾ രാജേന്ദ്രൻ അപ്പോൾ ഉണ്ടായ ചിന്ത, ഇവർ വാസ്തവത്തിൽ നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതായിരിക്കും എൻ്റെ ചിന്ത. അത് തന്നെ ഈ ചിന്തയിലാണ് ശരിക്കും വഴി. ഈ 4-5 വർഷമാണ് ഈ ചിന്ത കയറിയത്. ഈ ചിന്തയാണ് ശരിക്കും എന്നെ ഒരു തീ പിടിച്ചവനാക്കിയത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ കർത്താവിനെ കൊടുക്കുവാൻ, അനേകരെ തീ പിടിപ്പിക്കുവാൻ രാജേന്ദ്രനെ കർത്താവ് ഉപയോഗിച്ചു. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 38 പ്രോഗ്രാമിൽ നമുക്ക് 100 പേര് വെച്ചാണെങ്കിൽ 3800 പേരുണ്ട്. ഞാൻ 3800 പേരെയും പറയുന്നില്ല,
ഒരു 380 പേരെയെങ്കിലും വാർത്തെടുക്കാൻ സാധിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഈ വിവിധ ലോകരാജ്യങ്ങളിൽ പോയപ്പോഴും അവിടെയുള്ള തമിഴ് ജനതകളുടെ ഇടയിലായിരുന്നു കൂടുതൽ ശുശ്രൂഷ? എല്ലാ തമിഴ് ജനങ്ങളാണ്. അതെ, സിംഗപ്പൂരിലും മറ്റേ മലേഷ്യയിലും ശ്രീലങ്കയിലും എല്ലാം തമിഴ് ജനങ്ങളിലായിരുന്നു. ശ്രീലങ്കയിലെ തമിഴരുടെ ഇടയിൽ പോയപ്പോഴത്തെ എന്തെങ്കിലും ഒരു അനുഭവം എന്ന് പറയാം? അത് ഒരു ഭയങ്കര ഒരു എന്താ പറഞ്ഞത്, ശ്രീലങ്കയിൽ ആ ബോംബ് പൊട്ടിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറും ബഹുമാനപ്പെട്ട ഫിയാത്തിലെ സീറ്റ്ലി ബ്രദറും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്ത്. അപ്പോൾ ആദ്യം അവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട സീറ്റ്ലി ബ്രദറാണ് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ആ കത്തീഡ്രൽ ദേവാലയത്തിൽ ആ ബോംബ് സ്ഫോടനത്തിന് ശേഷം ആണ് അവിടെ പോയത്? അതെ. ആ സ്ഥലം കാണണമെന്നും ആ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ ഒരു പ്രേരണ കിട്ടി. ആ പള്ളിയിൽ തന്നെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയോ? ആ പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കാൻ 3 പ്രാവശ്യം പോയി. ആ പള്ളിയിൽ ശുശ്രൂഷ ഒന്നും തുടങ്ങിയിട്ടില്ല. അവിടെ പോലീസും പട്ടാളമാണ്. പക്ഷെ നമുക്ക് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് പോയത്. പക്ഷേ അങ്ങനെ ചെന്നപ്പം നമുക്ക് വേറൊരു വഴി ദൈവം തുറന്നു തന്നു. ആ കൊളംബോ ഡയസസിൻ്റെ ഒരു ബഹുമാനപ്പെട്ട ഒരു പ്രസിദ്ധമായ ഒരു അച്ഛൻ നമ്മളെ സഹായിക്കുകയും ആ കൊളംബോ രൂപതയിലുള്ള എല്ലാ പള്ളികളിലും ശുശ്രൂഷ ചെയ്യാനുള്ള രേഖാമൂലം നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ശരി. അപ്പം ശ്രീലങ്കയിലെ കൊളംബോ രൂപതയിലുള്ള പള്ളികളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള അവസരമായി. അത് റെക്കോർഡിക്കലായിട്ട് ആ ഫാദർ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് കോട്ടയത്തേക്കൊന്ന് തിരിച്ചു വന്നാൽ, ഈ കോട്ടയത്തെ ശുശ്രൂഷകൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു? കോട്ടയത്ത് ബ്രദറിനറിയാം, നമ്മൾ ആദ്യം തുടങ്ങിയ കളത്തുപ്പടിയിലാണ്. അന്ന് കളത്തുപ്പടി, ചങ്ങനാശ്ശേരി, പാല എങ്ങനെ 26 സ്ഥലത്ത് തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു 25 വർഷം മുമ്പ് സാക്ഷ്യം പറയാൻ. നിങ്ങളൊക്കെ അന്ന് ഒരു ധ്യാന ടീമിൻ്റെ കോർഡിനേറ്ററാണ്. ഞാൻ ഈ കൂലിപ്പണി ചെയ്തുകൊണ്ട് ഇടയ്ക്ക് ഒരു ലാംബി സ്കൂട്ടറുമായിട്ട് MOC വന്ന് ധ്യാനം സാക്ഷ്യം പറഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ വീണ്ടും ഇപ്പം അത് ഞാൻ തുടങ്ങിയ ആ ഗ്രൂപ്പുകളിൽ ഒരു 3, 4, 5 ഗ്രൂപ്പുണ്ട്. ബാക്കിയെല്ലാം നിന്നുപോയി. കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒന്ന്. ഞാൻ ഫുൾ ടൈം തമിഴിൽ ഡിവൈനിലായതുകൊണ്ട് അടുത്ത ആളെ നമ്മൾ ഏൽപ്പിച്ച് അത് അത്രയും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക്. ഒത്തിരി ആത്മീയ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ടല്ലോ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക്. അപ്പം നമ്മുടെ ബെന്നി പുന്നത്തറ സാറിൻ്റെ കുറേ പുസ്തകങ്ങൾ, എത്ര പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ? എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ ബെന്നി പുന്നത്തറ സാറിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളുമാണ്. അതായത് ഈ നവീകരണാനുഭവത്തിലേക്ക് വന്നതിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായ കഷ്ടതകളുടെ നടുവിൽ അല്ലേ? തീർച്ചയായിട്ടും ഒരു ലേഖനം ബെന്നി സാറിൻ്റെ എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തെ ധ്യാനം കൂടി അനുഭവമായിരുന്നു. ഞാനത് എനിക്കിഷ്ടപ്പെട്ട ലേഖനങ്ങൾ പ്ലാസ്റ്റിക് ലാമിനേഷൻ ചെയ്തു ബെന്നി സാറിനെ കാണാൻ പോയപ്പോൾ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു. എനിക്ക് അങ്ങനെ കാരണം അത് ഒരു ലേഖനം, ആ ഒരു പേജിലെ ലേഖനം ഒരാഴ്ചത്തെ ധ്യാനം കൂടി എഫക്റ്റാണ് നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും രാജേന്ദ്ര, അങ്ങയുടെ ജീവിതത്തിൽ മാത്രമല്ല ഒരുപാട് പേരുടെ ജീവിതത്തിൽ എനിക്കും അങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് സാറിൻ്റെ ഓരോ വാക്കുകളും കർത്താവ് സംസാരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്നെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നടത്താനോ ആരുമില്ലായിരുന്നു. ഈ ലേഖനം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അത് കർത്താവ് നേരിട്ട് നടത്തിയതുപോലെയുള്ള. തീർച്ചയായിട്ടും. ഇന്നൊക്കെയാണെങ്കിൽ കൂട്ടായ്മകളിൽ ഒത്തിരി പേർക്ക് എൽഡർമാരുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. പക്ഷേ ഓരോ മാസവും ഈ ലേഖനത്തിന് വേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ട്. ആ ലേഖനമാണ് എന്നെ സ്വാധീനിച്ചത്. ബെന്നി സാറിൻ്റെ എത്ര പുസ്തകങ്ങൾ രാജേന്ദ്രൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്? ബെന്നി സാറിൻ്റെ പുസ്തകം പൂർണ്ണം മാത്രം തർജ്ജമ ചെയ്തു. പക്ഷേ ബെന്നി സാറിൻ്റെ എല്ലാ പുസ്തകങ്ങളും, ഷാലോമിൻ്റെ എല്ലാ പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ പല ഈ ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വായനശീലം, എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ വായനശീലമാണ്. വായനയിലൂടെ കയറി അതാണ്. ഒരുപാട് പേരുടെ ഒരു അനുഭവങ്ങളുണ്ട്. അതായത് ഈ നവീകരണ അനുഭവത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവരൊത്തിരി പ്രതികൂലങ്ങളെ നേരിടുന്നു, ഒരുപാട് പേര് അവർക്ക് എതിരാകുന്നു, ഒത്തിരി കഷ്ടങ്ങളിലൂടെ. രാജേന്ദ്രൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കോട്ടയത്ത് പ്രോത്സാഹിപ്പിച്ച് ആരും നമ്മളെ കൊണ്ടുപോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഒരു തമിഴൻ അങ്ങനെ ഈ ഗ്രൂപ്പുകളിലും പിന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചത് അന്ന് ആദ്യകാലങ്ങളിൽ ബ്രദറിന് അറിയാം, ഒരു പോലീസ് ജോർജ് സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം. ഈ സമയത്ത് അദ്ദേഹം എവിടെയെല്ലാം പോയി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം കൊണ്ടുപോയി ജോർജ് സാറാണ് ആദ്യത്തെ കാലങ്ങളിൽ കൊണ്ടു നടന്ന്. പിന്നെ അവിടെ ITL ഒരു ജോസഫ് സാറ്, ഇങ്ങനെ 2-3 വ്യക്തികൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ തീർച്ചയായിട്ടും പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തി പുറന്തള്ളിയെങ്കിലും. പ്രത്യേകിച്ച് രാജേന്ദ്രൻ ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നുള്ള അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ഇടയിൽ നിന്നൊക്കെ എന്തെങ്കിലും ഉണ്ട്. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ കൂട്ടായ്മപ്പെട്ടവർ കുറേ പേര് ഒരുമിച്ച് 99, 2000 കാലഘട്ടങ്ങളെന്ന് തോന്നുന്നു മാമോസ് സ്വീകരിച്ചു നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന്. അതൊരു വലിയൊരു കേസായിട്ട് ഒക്കെ മാറി. ഒരുമിച്ച് മൊത്തം ചങ്ങനാശ്ശേരിയിൽ
കുന്നുഭാഗം പള്ളിയിൽ നിന്ന് നമ്മുടെ ടീമിലുള്ളവർ മാമോദിസ ഒരു പ്രശ്നമൊക്കെ ഒരു കേസൊക്കെ ആയിട്ട് മാറി. മൊത്തം നമ്മൾ ഓരോ വ്യക്തിക്കും ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടാണ് മാമോദിസ കൊടുത്തത്. അങ്ങനെ ഒരു കേസായി വാർത്തയായി അതൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ആരോടും നമുക്കങ്ങനെ ഒന്നുമില്ലല്ലോ. അവർ ധ്യാനം കൂടി യേശുവിനെ സ്വീകരിച്ചു, അവർക്കൊരു ബോധ്യം കിട്ടി, മാമോദിസ സ്വീകരിച്ചു. ഞാൻ തന്നെ 10 വർഷം കഴിഞ്ഞാൽ മാമോദിസ സ്വീകരിച്ചത്. ഞാൻ തന്നെ ധ്യാനം കൂടിയിട്ട് 10 വർഷം കഴിഞ്ഞ് ശരിയായ തിരിച്ചറിവ് വന്നതിന് ശേഷമാണ്. അത് മാമോദിസ സ്വീകരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തിരിച്ചറിവ്. രണ്ടാമത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ കയ്യിൽ നിന്ന് മാമോദിസ സ്വീകരിക്കണം. അതും ഡിവൈനിൽ പോരാ, ഡിവൈനിൽ എല്ലാ ആഴ്ചയിലും ധ്യാനം മാമോദിസ. പനക്കലച്ചൻ കോട്ടയത്ത് വന്ന് എനിക്ക് മാമോദിസ എന്ന് കൊടുക്കുന്നു അന്ന്. അങ്ങനെ 10 വർഷം പോയി. അങ്ങനെ 2004 ഡിസംബർ 26 ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വന്ന് നമുക്ക് കോട്ടയത്ത് മാമോദിസ കൊടുത്തപ്പോൾ കുടുംബസഹിതം അന്നാണ് സുനാമി ഉണ്ടായതും കൂടി. അങ്ങനെ മാമോദിസയ്ക്കും സുനാമിക്കും ഒരു ബന്ധമുണ്ട്. കഴിഞ്ഞ 25 വർഷങ്ങളിലെ ജീവിതം മൊത്തത്തിലൊന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ ശരിക്കും കർത്താവിനോട് കൂടെയുള്ള ഈ 25 വർഷം ഒരു സംതൃപ്തി നൽകുന്ന അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും സംതൃപ്തി മാത്രമല്ല, ഈ ലോകത്തിൽ എത്ര വലിയ സമ്പന്നനും കിട്ടാത്തൊരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ലോകം സമ്പത്തിൻ്റെ കീഴിലാണ്. പക്ഷേ ഈ പറയുന്ന സാധനം ഇല്ലെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനൊരു സംതൃപ്തനാണ്, സന്തോഷവാനാണ്. കുടുംബജീവിതത്തിൽ എങ്ങനെ ഈ സന്തോഷമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്? അതായത് കൂടുതൽ ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഞാൻ സമയം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് എൻ്റെ ഉള്ളിലുണ്ട്. ഫുൾ ടൈം തമിഴ്നാട്ടിലെ യാത്രയായതുകൊണ്ട് ആ ഒരു ചെറിയൊരു കുറവുണ്ട്. അപ്പം ആ കുറവ് ഇപ്പോൾ ഏതായാലും ഈ കൊറോണ വന്നതിന് ശേഷം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷം അത് മാറിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ കൊറോണ കാലത്തും തമ്പുരാൻ നമ്മളെ കൂടുതൽ ശുശ്രൂഷയിലേക്ക് ഈ കൊറോണ കാലങ്ങളിലും നമുക്ക് ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിൻ്റെ കൂടെയും പ്രാർത്ഥിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ശുശ്രൂഷ തന്നെയാണ്. രാജേന്ദ്രൻ്റെ ഈ തീപിടിച്ച അനുഭവങ്ങൾ നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് അങ്ങ് ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. രാജേന്ദ്രൻ്റെ മുൻപോട്ടുള്ള ശുശ്രൂഷകളിലും കുടുംബജീവിതത്തിലും എല്ലാം ദൈവം ധാരാളം കൃപകൾ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു തമിഴ് വംശജനായിരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിരുന്ന ജീവിതം കൈവിട്ടു പോയ ഒരാൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഈ മനുഷ്യൻ കർത്താവിനായി പ്രയോജനപ്പെടുന്നു. കുടുംബത്തിന് അനുഗ്രഹമായി തീരുന്നു, ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നു. രാജേന്ദ്രൻ്റെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നല്ല ഒരു ദൈവിക ചിന്തകൾ ഉണർത്തുവാനും കർത്താവിന് വേണ്ടിയൊക്കെ ജീവിക്കണം, കർത്താവിൻ്റെ ഒരു പൈതലായിട്ട് ജീവിക്കണമെന്നൊക്കെയുള്ള ഒരു നല്ല ചിന്ത കൊണ്ടുവരുവാനായിട്ട് കാരണമായി തീർന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച തീ പിടിച്ച മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ കണ്ടുമുട്ടാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം.